നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് UAEയുടെ സഹായഹസ്തം നാം മനസ്സുകൊണ്ട് അറിഞ്ഞതാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ പ്രവാസികളെ കൈവിടാതെ അക്കമഴിഞ്ഞ് സഹായം ചെയ്യുന്നതും സ്വദേശികളെന്നോ വിദേശികളെന്നോ ഭേദമില്ലാതെ കരുതൽ സ്പർശം നൽകുന്നതുമെല്ലാം ആ രാഷ്ട്രത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയാണ്. കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധിക്കിടയിലും പുണ്യമാസത്തിൽ പുണ്യം ചെയ്യാനൊരുങ്ങുകയാണ് UAE. റമദാനിൽ UAEയിൽ പ്രവാസികൾ ഉൾപ്പെടെ 1000-ഓളം തടവുകാരെ മോചിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. റമദാന് മുന്നോടിയായി തടവുകാർക്ക് മോചനം നൽകുന്ന എമിറാത്തിലെ പരമ്പരാഗത രീതി പിന്തുടർന്നതിന്റെ ഭാഗമായാണ് നല്ല നടപ്പിൽ കഴിയുന്ന തടവുകാർക്ക് മോചനം നൽകാനൊരുങ്ങുന്നത്. 1511 തടവുകാരെ മോചിപ്പിക്കുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷെയ്ഖ് ഖലീഫയുടെ ഉത്തരവിന് പിന്നാലെ എമിറേറ്റുകളിലെ ഭരണാധികാരികളും തടവുകാരുടെ മോചനം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റംദാൻ മാസത്തിൽ 874 തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിന് ദുബായ് പോലീസുമായി ഏകോപിപ്പിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ നിയമ നടപടികൾ ആരംഭിച്ചതായി അറ്റോർണി ജനറൽ ചാൻസലർ ഇസ്ലാമിസ എൽ ഖുമൈദാൻ പറയുകയുണ്ടായി. UAE സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമി 124 പേരെയാണ് റമദാൻ മുന്നോടിയായി മോചിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.